ഹലോ ഗൈസ്, നമ്മൾ വുമൻസ് ഡേയുടെ പ്രോഗ്രാമിന് പോകാട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. അപ്പോൾ വുമൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല സാരി കൊടുത്തിട്ടൊക്കെയായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ഡാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓവർ മേക്കപ്പിലിരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമിനുള്ളവർ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് വരാൻ പറയും. അവർ നമ്മുടെ അടുത്ത് പറയട്ടെ ഒരുപാട് ലിപ്സ്റ്റിക് ഇടണം, അതുപോലെ ബിന്ദി വെക്കണം എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ ഒരുപാട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ്ട് ആദ്യം തന്നെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരുപാട് കസേരകളൊക്കെ കാലിയായിരുന്നു. കാരണം ബസ്സിൽ വന്നവരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ സി ഒ മാം വന്നു. അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 4 മണിക്ക് പ്രോഗ്രാം പറഞ്ഞു. പക്ഷേ സി ഒ മാമും വേറൊരു മാമും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നപ്പോഴത്തേക്കും 5 മണിയായി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ വെൽക്കം അതിന് മുന്നേ തന്നെ നമുക്ക് ഇതുണ്ടല്ലോ, തിരി കത്തിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം തിരി കൊളുത്തുന്ന പരിപാടിയായിരുന്നു. ഇതിന് ശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം നമുക്കിവിടെ നേരത്തെ തന്നെ രാത്രിയാവുമല്ലോ. ഒരു 5:30 ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇരുട്ടായി തുടങ്ങും. അപ്പം നമുക്ക് നേരത്തെ തന്നെ വീട്ടിലെത്തി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ പാട്ടുകാരികളാണ്. ഇതാണ് വെൽക്കം സോങ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് പാട്ടുകാരികളായിട്ട്, പക്ഷേ ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ അർച്ചന എന്ന് പറഞ്ഞ ദീദിയുടെ ഡാൻസ് ആണ് കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഫാഷൻ ഷോ ആണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിലായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ പ്രോഗ്രാമിന് നമ്മൾ ചേരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. പിന്നെ ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. കസേര കളിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കസേര കളി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രാജസ്ഥാനി സോങ്ങില്ലേ, രംഗീലമാരുടെ ഡോളിന്, അതാണ് കേട്ടോ കളിച്ചത്. അതിപ്പം നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. നമുക്ക് ഡാൻസ് കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ ഡാൻസ് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇട്ടാട്ടോ. എന്നാലും കോപ്പിറൈറ്റ് വരും. നമുക്ക് എങ്ങനെ വന്നാലും ഇത് വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡാൻസ് ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത്തെ റൗണ്ട് കസേര കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചായ, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ സി എം മാമിൻ്റെ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെയും സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ തന്നെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു. മറ്റേ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.